അർദ്ധരാത്രി ട്രംപിന്റെ നാടകീയ പ്രഖ്യാപനം. ഇതാ അമേരിക്കയും ഇന്ത്യയും വ്യാപാര കരാറിൽ ധാരണയിലെത്തിയിരിക്കുന്നു. ഏറെ നാളായി ചർച്ച തുടരുന്ന കരാറിൽ മോദി ഫോണിൽ വിളിച്ച് സംസാരിച്ചതോടെയാണ് തീരുമാനമായതെന്നാണ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ അക്കൗണ്ടിലൂടെ പ്രഖ്യാപിച്ചത്. ഇന്ത്യക്കുള്ള തീരുവ കുറച്ചതായും ട്രംപ് പറഞ്ഞു. നയപരമായ പല കാര്യങ്ങളിലും ഇന്ത്യ വഴങ്ങിയെന്ന് പോലും ട്രംപ് അവകാശപ്പെട്ടു. ഈ ഏകപക്ഷീയമായ പ്രഖ്യാപനത്തിന് പിന്നാലെ തീരുവ കുറച്ചതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നന്ദി പ്രകടനം വന്നു. പക്ഷേ കരാറിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടിയില്ല. ഈ പകൽ തീരുമ്പോഴും ആ കരാറിൽ എന്തെല്ലാമാണുള്ളത് എന്നതിനെപ്പറ്റി വ്യക്തമായ ഒരു ചിത്രവും രാജ്യത്തിന് മുന്നിലില്ല. ട്രംപ് പറഞ്ഞതിനപ്പുറം ഒന്നും ഒരു ഇന്ത്യക്കാരനും അറിയില്ല. ആകെ ഇരുട്ടിലാണ്. കരാറിൽ എന്തൊക്കെ ഇന്ത്യ വഴങ്ങിയോ? അതിനെല്ലാം അപ്പുറം ട്രംപ് മാത്രമായിരുന്നോ ഈ നിർണായക കരാർ പ്രഖ്യാപിക്കേണ്ടിയിരുന്നത്? ഇങ്ങനെ ചോദ്യങ്ങൾ നിരവധിയാണ്. ആദ്യം RDX റാവ്. ഇന്ത്യ ഇനി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ലെന്നും പകരം യുഎസിലും വെനസ്വേലയിലും നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുമെന്നുമായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. $500 ബില്യൺ മൂല്യമുള്ള യുഎസ് ഊർജ്ജം, സാങ്കേതികവിദ്യ, കൃഷി, കൽക്കരി ഉൽപ്പന്നങ്ങൾ എന്നിവ വാങ്ങാൻ ഇന്ത്യ തയ്യാറായതായും അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചു. ഇന്ത്യയ്ക്കുമേൽ ചുമത്തിയിരുന്ന 25% തീരുവ 18% കുറയ്ക്കുമെന്നും 25% പിഴത്തീരുവ പൂർണ്ണമായും പിൻവലിക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. വ്യാപാര കരാറെന്ന് പരാമർശിക്കാതെ തീരുവ കുറയ്ക്കാനുള്ള തീരുമാനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വാഗതം ചെയ്തു. ട്രംപിനോട് നന്ദി പറഞ്ഞ മോദി ട്രംപിന്റെ സമാധാന ശ്രമങ്ങൾക്കും പൂർണ്ണ പിന്തുണ അറിയിച്ചു. പിന്നാലെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ സ്ഥിരീകരിച്ചു. ഇതോടെ രാജ്യത്തെ ഇരുട്ടിൽ നിർത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മോദി വഴങ്ങിയെന്ന വിമർശനം പ്രതിപക്ഷം ശക്തമാക്കി. പ്രതിപക്ഷ വിമർശനത്തിന് കൃത്യമായ മറുപടി പറയാനോ കരാറിനെക്കുറിച്ച് വിശദീകരിക്കാനോ ഇതുവരെയും കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. മാധ്യമങ്ങളെ കണ്ട കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ രാഹുൽ ഗാന്ധിയെ പഴിചാരാനും ട്രംപിന് നന്ദി പറയാനും മാത്രമാണ് ശ്രമിച്ചത്. RDX റാപ്പ് ന്യൂസ് മലയാളം. ഇന്ത്യ US വ്യാപാര കരാർ അന്തിമമാക്കാൻ എപ്സ്റ്റീൻ ഫയലും കാരണമായെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആരോപിച്ചു. ഒത്തുതീർപ്പിനും ബാഹ്യ സമ്മർദ്ദങ്ങൾക്കും വഴങ്ങിയാണ് മോദി വ്യാപാര കരാറിൽ ഒപ്പുവെച്ചതെന്നും പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളെ കണ്ട രാഹുൽ ഗാന്ധി ആരോപിച്ചു. രാഹുൽ ഗാന്ധിയുടെ വാക്കുകളിലേക്ക്. हिंदुस्तान के जो किसान हैं, आप सब समझिए कि इस ट्रेड डील में आपकी मेहनत को, आपके खून पसीने को नरेंद्र मोदी जी ने बेच दिया है. एप्स्टाइन फाइल्स में अभी और माल है, वो अभी रिलीज नहीं हुआ है. इसीलिए इस दबाव में आकर एप्स्टाइन फाइल्स में जो है, जो पूरा देश जानना चाहता है मगर अभी अमेरिका ने रिलीज नहीं किया है. और दूसरा जो अदानी जी पर केस है, जो एक्चुअली मोदी जी पर केस है, क्योंकि वो बीजेपी का फाइनेंशियल स्ट्रक्चर है, मोदी जी का फाइनेंशियल स्ट्रक्चर है. तो ये दो प्रेशर पॉइंट्स हैं. और आप ये बात समझ लो, देश ये समझ ले कि प्रधानमंत्री कॉम्प्रोमाइज्ड है. രാജ്യ താൽപര്യത്തിന് വിരുദ്ധമായ സുതാര്യതയില്ലാത്ത കരാറായതിനാലാണ് വിവരങ്ങൾ മറച്ചുവെച്ചതെന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ട്രംപ് അല്ലെന്ന് നരേന്ദ്രമോദി ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്ന കടുത്ത വിമർശനവും ഉയർന്നു. എല്ലാം ട്രംപ് തീരുമാനിച്ചതനുസരിച്ചിട്ട് മോഡി സറണ്ടർ ചെയ്തിട്ടുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 18% തീരുവ കുറച്ചെങ്കിലും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 0 ടാക്സ് ആക്കി മാറ്റി. റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങാൻ പാടില്ല, വെനിസ്വേലയിൽ നിന്ന് വാങ്ങണമെന്ന് തീരുമാനിച്ചു. ഈ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ രാജ്യത്തിന്റെ പരമാധികാരം സറണ്ടർ ചെയ്യുന്ന രാജ്യത്തിന്റെ ദേശാഭിമാനത്തെ ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നമാണിത്. വിദേശ രാജ്യത്തിന്റെ പ്രസിഡന്റ് അദ്ദേഹത്തിന് ഉതകുന്ന ഒരു സമയത്ത് എന്നത് തന്നെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ബജറ്റ് അവതരണം വെള്ളക്കാരന്റെ സൗകര്യത്തിനായിരുന്നു എന്ന് പറഞ്ഞ് സമയം മാറ്റിയവരാണ്. ഇപ്പം വെള്ളക്കാരൻ്റെ സൗകര്യത്തിനാണ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ട്രേഡ് ഡീലിനെ കുറിച്ചുള്ള ഒരു പ്രഖ്യാപനം വന്നത്. ഇതുവരെ നടന്നത് ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്, അല്ലാതെ ഡൊണാൾഡ് ട്രംപ് അല്ല എന്നുള്ള കാര്യമെങ്കിലും ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. വ്യാപാര കരാറിൽ രാഹുൽ ഗാന്ധി രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം. ഏറ്റവും മികച്ച കരാറിനെ കുറിച്ച് മോശം കാര്യങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. ഇന്ത്യൻ താൽപര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കരാർ നൽകിയതിന് ട്രംപിനോട് കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ നന്ദി പറയുകയും ചെയ്തു. അതിലേക്ക് जो ट्रेड डील यूनाइटेड स्टेट्स ऑफ अमेरिका के साथ फाइनलाइज की है, वो हमारे सभी पड़ोसी
सभी आसपास के देश, सभी जो देश हमारे साथ स्पर्धा करते हैं, बड़ा दुर्भाग्य है कि राहुल गांधी जैसे नकारात्मक सोच रखने वाले नेता देश को आज गुमराह या भ्रमित करने की कोशिश कर रहे हैं। मैं घोर निंदा करता हूं राहुल गांधी जी की। झूठ और फरेब के नाम पे वो लोगों को गुमराह करना चाहते हैं। उनको देश की तरक्की से कोई लेना देना नहीं है। देश आगे बढ़ रहा है, विश्व की सबसे तेज गति से बढ़ने वाली अर्थव्यवस्था बना है, उनको उससे कोई दिलचस्पी नहीं है। കരാറിലേക്ക് എത്തിയത് മാസങ്ങൾ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് എന്നാണ് പീയൂഷ് ഗോയൽ പറയുന്നത്. കരാർ സാധ്യമായത് ഡൊണാൾഡ് ട്രംപുമായുള്ള നരേന്ദ്രമോദിയുടെ സൗഹൃദം കൊണ്ടാണ് എന്നുകൂടി പീയൂഷ് ഗോയൽ പറയുന്നുണ്ട്. അയൽ രാജ്യങ്ങളെ അപേക്ഷിച്ച് കരാറിൽ ഇന്ത്യക്ക് കൂടുതൽ നേട്ടമുണ്ട്. മികച്ച ഡീൽ, എഞ്ചിനീയറിംഗ്, SME, IT, ടെക്സ്റ്റൈൽ രംഗങ്ങളിലൊക്കെ നേട്ടമുണ്ടാകും എന്ന് പറയുന്നു. ഒപ്പം മത്സരിക്കുന്ന രാജ്യങ്ങളെക്കാൾ കുറവാകും ഇനി ഇന്ത്യയുടെ കയറ്റുമതി തീരുവ, അതായത് 18%. വസ്ത്ര കയറ്റുമതിയിൽ മുഖ്യ എതിരാളികളിൽ ഒന്നായ പാകിസ്ഥാന് തീരുവ 19%. ബംഗ്ലാദേശ്, ശ്രീലങ്ക, തായ്വാൻ, വിയറ്റ്നാം എന്നിവയ്ക്ക് തീരുവ 20%. ഇലക്ട്രോണിക് അസംസ്കൃത കയറ്റുമതിയിൽ വിയറ്റ്നാമിന് മേൽക്കൈ നേടാനാകും. സമുദ്രോൽപ്പന്നം, വസ്ത്രം, കയറടക്കം കയറ്റുമതിയിൽ ഉണർവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സ്റ്റീൽ, ചെമ്പ്, അലുമിനിയം, വാഹനം, ഫർണിച്ചർ എന്നിവയുടെ ഇളവിൽ ഇപ്പോഴും വ്യക്തതയുണ്ടായിട്ടില്ല. ഇന്ത്യയിലേക്ക് US കാർഷിക ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുമെന്നാണ് സൂചന. ബദാം, ആപ്പിൾ, വാൾനട്ട്, വൈൻ അടക്കം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഇളവുണ്ട്. ജനിതക മാറ്റം വരുത്തിയ US ഉൽപ്പന്നങ്ങൾക്ക് വിപണി തുറക്കുമെന്നുള്ള ആശങ്കയുണ്ട്. ഇന്ത്യൻ കർഷകരുടെ താങ്ങുവിലകൾ പിൻവലിക്കുമോ എന്നുള്ള ആശങ്കയുണ്ട്. കാർഷിക മേഖല അപകടത്തിലാണെന്ന പ്രതിപക്ഷവാദം പീയൂഷ് ഗോയൽ തള്ളിയിട്ടുണ്ട്. കാർഷിക ക്ഷീരോത്പാദന മേഖലകളെ സംരക്ഷിച്ചു നിർത്തുമെന്നും വാണിജ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഓഹരി വിപണിയിൽ വമ്പൻ കുതിച്ചുചാട്ടമാണ് ഇതേ തുടർന്നുണ്ടായിരിക്കുന്നത്. കുതിച്ചുയർന്ന് സെൻസെക്സും നിഫ്റ്റിയും. സെൻസെക്സ് 3600 പോയിന്റും നിഫ്റ്റി 1200 പോയിന്റും ഉയർന്നു. ബജറ്റ് പ്രഖ്യാപനങ്ങളെ തുടർന്ന് ഓഹരി വിപണി തകർച്ചയിലായിരുന്നു. ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തിലും 1.2% വളർച്ചയുണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഈ സാഹചര്യത്തിൻ്റെ വിശദാംശങ്ങളും വിശകലനങ്ങളുമായി ആസിഫ് മുഹമ്മദാണ് ചേരുന്നത്. ആസിഫെ, ഇതിൽ ഒരു പ്രശ്നം, ഒറ്റയടിക്ക് ആദ്യത്തെ പ്രശ്നം എന്നുള്ളത് ഏകപക്ഷീയമായി ട്രംപ് ഇത് പ്രഖ്യാപിച്ചു എന്നുള്ളത് തന്നെയായിരിക്കുമല്ലോ. കാരണം ഇപ്പോൾ അപ്പുറത്ത് പാകിസ്ഥാനുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവിടെ പാകിസ്ഥാനാണ് അത് പ്രഖ്യാപിക്കാനുള്ള അവസരം ട്രംപ് ഒരുക്കി കൊടുത്തത് എന്നുള്ളത് ഒരു പ്രശ്നമായി തന്നെയുണ്ട്. മാത്രമല്ല, എന്തെല്ലാമാണ് ഈ കരാറിൽ ഉൾച്ചേർത്തിരിക്കുന്നത്? കാർഷിക മേഖലയ്ക്ക് എന്തെല്ലാമാണ് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളത്? $500 ബില്യൺ ഇറക്കുമതിയിലേക്ക് ഇന്ത്യ, അതായത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യ വാങ്ങും എന്നൊക്കെ പറഞ്ഞാൽ ഒരു വർഷത്തെ ഇന്ത്യയുടെ മൊത്തം ബജറ്റിൻ്റെ എത്ര വരും അത്? അപ്പോൾ ഇതൊക്കെ ഒരു യുക്തിയില്ലാത്ത കണക്കുകൾ ഇതുവരെ വന്ന വിവരങ്ങളിൽ നമുക്ക് മുന്നിലുണ്ട്. അത് മാത്രമല്ല, ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ പാകിസ്ഥാനുമായി താരതമ്യം ചെയ്യുമ്പോൾ പാകിസ്ഥാൻ ആദ്യം പ്രഖ്യാപിക്കാനുള്ള അവസരം കൊടുത്തു എന്നുള്ള പ്രശ്നം. അതുപോലെ റഷ്യയിലെ സാഹചര്യം പരിശോധിച്ചാൽ റഷ്യയുമായി ദീർഘകാലമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധമാണ്. ഈ എണ്ണ അധികം വാങ്ങുന്നത് അടുത്ത കാലത്താണെങ്കിൽ കൂടി ആ ബന്ധത്തെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലായിരിക്കുമോ ഇപ്പോഴത്തെ ഈ നീക്കം? അവിടെ നിന്നുള്ള എണ്ണ വാങ്ങാതിരിക്കാനുള്ള നീക്കം എന്നൊക്കെയുള്ള ആശങ്ക നിലനിൽക്കുകയാണ്. പക്ഷേ NDA അവരുടെ യോഗത്തിലേക്ക് തന്നെ പ്രധാനമന്ത്രിയെ കൈയടിച്ചും മാലയിട്ടും ആവേശഭരിതരായാണ് വരവേൽക്കുന്നത്. ഇന്ത്യ വലിയൊരു നേട്ടം കൈവരിച്ചിരിക്കുന്നു എന്ന മട്ടിൽ. ഇത് വ്യക്തത വരാൻ കുറച്ചുകൂടി ദിവസം എടുക്കും. പക്ഷേ എന്താണ് ആസിഫിന് തോന്നുന്നത്? തീർച്ചയായും നമുക്കൊരു പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഒരു കരാർ പ്രഖ്യാപനം എന്നൊക്കെ പറയാം. കാരണം നമ്മളിപ്പോൾ ഇന്ത്യ EU കരാർ പ്രഖ്യാപനം കണ്ടതാണ്. ആ സമയത്ത് നമ്മൾ ഏതൊക്കെ മേഖലകളായിരിക്കും സഹകരണം ഉണ്ടാകുക, എത്ര കൊല്ലം കൊണ്ടായിരിക്കും ഇത് നടപ്പിലാകുക, അങ്ങനെ മുഴുവൻ വിശദാംശങ്ങളും നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. ഇരു രാജ്യങ്ങളും അത് സംബന്ധിച്ച് വ്യക്തമാക്കാൻ കഴിയുന്ന കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ആ രീതിയിലാണ് മുന്നോട്ട് പോയത്. പക്ഷേ ഈ ഒരു ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യൻ സമയം രാത്രി 11 മണിക്ക് ഇതാ ഞങ്ങൾ ഇന്ത്യയുമായി വ്യാപാര കരാറിൽ ഏർപ്പെടുകയാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറഞ്ഞത് ഈ റഷ്യന് എണ്ണ വാങ്ങാതെ അമേരിക്കയും അതുപോലെ തന്നെ വെനസ്വേലയിൽ നിന്നുമുള്ള എണ്ണ വാങ്ങാൻ ഇന്ത്യ തയ്യാറായിരിക്കുന്നു. ആ രീതിയിൽ ഉള്ള ഒരു പ്രഖ്യാപനം വരികയാണ്. അതുപോലെ $500 ബില്യൺ
അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങുമെന്ന് പറയുമ്പോൾ അതിൽ ഊർജം, അതുപോലെ തന്നെ കാർഷിക മേഖല അങ്ങനെ അങ്ങ് എടുത്തു പറഞ്ഞു പോവുകയാണ്. അതിൽ ട്രംപ് ഇത് പ്രഖ്യാപിക്കുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി തന്നെ നമുക്ക് മുന്നിലേക്ക് വെക്കേണ്ടി വരും. കാരണം ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിലുണ്ടാക്കിയ കരാറിനെ കുറിച്ച് ഒരു രാജ്യത്തെ പ്രസിഡന്റ് അങ്ങ് പ്രഖ്യാപിച്ചു പോവുക എന്നുള്ളത് സ്വാഭാവികമായും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് അത് കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്ന് തന്നെ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറഞ്ഞു പോകാതെ പറ്റില്ല. കാരണം നമുക്കറിയാം, മുൻ കാര്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചത് താനാണ്, അത് അവസാനിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത് ട്രംപാണ്. ആ രീതിയിലുള്ള പ്രഖ്യാപനം ഇന്ത്യയുടെ കാര്യത്തിൽ മുമ്പും ട്രംപ് നടത്തിയിട്ടുണ്ട്. ആ പ്രഖ്യാപനങ്ങൾ പിന്നീട് ഇന്ത്യ ശരിവെക്കുന്നതിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ ഒരു ഘട്ടം ഇവിടെ നിലനിൽക്കുമ്പോഴാണ് മറ്റൊരു വലിയ പ്രാധാന്യമുള്ള, അതായത് ആഗോളതലത്തിൽ തന്നെ വലിയ പ്രാധാന്യമുള്ള ഒരു കരാറാണ് ഇന്ത്യയും അമേരിക്കയുമായി വരുന്ന കരാർ എന്ന് പറയുന്നത്. ആ കരാർ നിലവിൽ വരുമ്പോൾ അത്തരത്തിലൊരു പ്രഖ്യാപനമാണോ വേണ്ടിയിരുന്നത് എന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ ചോദ്യം അത് അക്ഷരാർത്ഥത്തിൽ നമുക്ക് തള്ളിക്കളയാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു പ്രാധാന്യത്തോടു കൂടി കണക്കിലെടുക്കേണ്ടി വരും. മറ്റൊന്ന്, ഇതിൽ ഏതൊക്കെ മേഖലകളിൽ ഏതൊക്കെ ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലാണ് ഈ കരാർ ഒപ്പിട്ടത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഊർജ്ജ മേഖല മാറ്റി നിർത്തിയാൽ പോലും കാർഷിക മേഖലയെ സംബന്ധിച്ച് നമ്മൾ അത് അതീവ ഗൗരവത്തോടുകൂടി നമുക്ക് മാത്രമേ അതിനെ സമീപിക്കാൻ കഴിയുകയുള്ളൂ. കാരണം ഇന്ത്യയിലെ കാർഷിക മേഖല അത് ഏത് തരത്തിലാണ് നിലനിൽക്കുന്നത് നമുക്കറിയാം. അതിൻ്റെ കയറ്റുമതിയും ഇറക്കുമതിയും അടക്കമുള്ള കാര്യങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന തീരുവ അത് ഓരോ വസ്തുക്കൾക്കും അത് ഏത് തരത്തിലാണെന്ന് നമുക്കറിയാം. അത് ഇന്ത്യയുടെ പരമ്പരാഗത വ്യവസായങ്ങളെ അടക്കം സംരക്ഷിക്കുക കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് അത്തരത്തിലുള്ള തീരുവ നമ്മൾ ഏറിയും കുറഞ്ഞും എല്ലാം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ റോയിട്ടേഴ്സിൻ്റെ അടക്കമുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ അതിലടക്കം പറയുന്നത് കാർഷിക മേഖലയിൽ അമേരിക്കയുടെ പരമ്പരാഗത ഉൽപ്പന്നങ്ങളടക്കം ഇന്ത്യൻ വിപണിയിലേക്ക് വലിയ രീതിയിൽ ഒഴുകിയെത്തും. അതിന് ഏർപ്പെടുത്തുന്ന തീരുവ അടക്കം വളരെ ഇല്ലാതാവുകയോ വളരെ കുറവോ ഉണ്ടാകുകയോ മാത്രം ചെയ്യുന്ന ഒരു ഘട്ടം ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണി കീഴടക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ റോയിട്ടേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങൾ കൂടുതൽ വിശദാംശങ്ങൾ എന്ന രീതിയിൽ ഓരോ ഒഫീഷ്യൽസിനെ കോട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ജനിതകമാറ്റം വരുത്തിയ വിളകളുടെ കാര്യം. അത് ഇന്ത്യയിൽ ഇപ്പോൾ തന്നെ വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടമാണ് ഈ ജനിതകമാറ്റം വരുത്തിയ വിളകളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം. അതിനെ പല രീതിയിൽ അതിജീവിക്കാനുള്ള ശ്രമം കർഷകർ അടക്കം നടത്തുന്നു. അതിൽ വലിയ സമരങ്ങൾ നടക്കുന്നു. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അമേരിക്ക പോലൊരു രാഷ്ട്രവുമായി ഇത്തരത്തിലൊരു കരാർ ഏർപ്പെടുത്തുമ്പോൾ ഈ ജനിതകമാറ്റം വരുത്തിയ വിളകളുടെ ഇറക്കുമതിയും അതിൻ്റെ കൈമാറ്റവും അടക്കമുള്ള കാര്യങ്ങളിൽ ഏത് തരത്തിലുള്ള ഡീലാണ് ഉണ്ടാക്കിയതെന്ന് രാജ്യത്തെ ജനങ്ങൾക്ക് അറിയേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. പക്ഷേ അത്തരത്തിലുള്ള ഒരു തരത്തിലുമുള്ള വിവരങ്ങൾ ഇല്ല എന്നുള്ളത് പേടിപ്പെടുത്തുന്നതായി മാത്രം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ കാണാൻ കഴിയുകയുള്ളൂ. മറ്റൊന്ന്, പീയൂഷ് ഗോയൽ ഇത് വിശദീകരിക്കുമ്പോൾ പീയൂഷ് ഗോയൽ ഈ ഒരു വിശദീകരണത്തിൻ്റെ ഓരോ 3 സെൻറ്റൻസും എടുത്താൽ ഒരു തവണയെങ്കിലും രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതായത് ഈ പ്രശ്നം അല്ലെങ്കിൽ ഈ ഒരു കരാർ സംബന്ധിച്ച് കൃത്യമായി വിശദീകരിക്കാൻ കഴിയുന്ന ഘട്ടമല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ മോദി പറഞ്ഞത് കുറച്ചും കൂടെ വിശദീകരിച്ച ഊർജ്ജം, കാർഷിക മേഖല, ശാസ്ത്രം, യുവാക്കൾക്ക് ഗുണം അങ്ങനെ പറയുന്നതല്ലാതെ എന്ത് ഗുണം കിട്ടുന്നു, എന്താണ് കരാറിലുള്ളത് എന്ന് ഒരു ഘട്ടത്തിലും പീയൂഷ് ഗോയലിന് പറയാൻ കഴിയുന്നില്ല. രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കാനാണ് രാജ്യം അമേരിക്കയുമായി ഉണ്ടാക്കിയ വ്യാപാര കരാർ വിശദീകരിക്കാൻ കേന്ദ്രമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനം പോലും ഉപയോഗപ്പെടുത്തിയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അല്ല, ഇന്നിപ്പോൾ പ്രതിപക്ഷം ബഹളം വെച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പാർലമെന്റിൽ വിശദീകരിച്ചേനെ എന്നാണ് പീയൂഷ് ഗോയൽ പറഞ്ഞത്. പക്ഷേ പ്രതിപക്ഷം ബഹളം വയ്ക്കാത്ത രാജ്യസഭയുണ്ടായിരുന്നു, അവിടെയും കാര്യങ്ങൾ വിശദീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനിയിപ്പോൾ എപ്പോഴത്തേക്ക് ഇക്കാര്യത്തിലൊക്കെ ഒരു വിശദീകരണം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? സംയുക്ത പ്രഖ്യാപനം ഉണ്ടാകും, പ്രസ്താവന ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ സംയുക്ത പ്രസ്താവന ഉണ്ടാകുമെന്ന് പറയുമ്പോൾ പോലും ഇന്ത്യയെ സംബന്ധിച്ചോളം അതിൻ്റെ ഏറ്റവും വിശദാംശങ്ങൾ ലഭ്യമാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതൊക്കെ മേഖലയിൽ ഏതൊക്കെ തരത്തിലാണ് ഈ വ്യാപാര കരാർ ഉണ്ടാകുക എന്നുള്ളത് വളരെ നാളുകൾ നീണ്ട ചർച്ചയാണ് എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് പീയൂഷ് ഗോയൽ തന്നെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം, അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് മോദിക്കുണ്ടായ ഉള്ള വ്യക്തിബന്ധത്തിൻ്റെ ആണ് ഈ ഒരു കരാർ നടപ്പിലാക്കാൻ ഇടയാക്കിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. അല്ലാതെ ഈ ഒരു പരമാധികാര രാജ്യവുമായി ഉണ്ടാക്കിയ ഒരു കരാറിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു, അത് ഏതൊക്കെ തരത്തിലാണ് രാജ്യത്തെ മുന്നോട്ട് നയിക്കുക എന്നുള്ള കാര്യങ്ങളൊന്നും വിശദീകരിക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല. ഇനി ഒരു സംയുക്ത പ്രസ്താവന ഉണ്ടാകുമ്പോൾ അതിൽ കുറച്ചും കൂടി വിവരങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ മാത്രമാണ് കൂടുതൽ കരാർ അത് പ്രാബല്യത്തിൽ വരാൻ പോകുന്ന ഒരു സമയമാണ് എന്നതുകൂടി കണക്കിലാക്കണം. അപ്പോൾ EUവുമായി കരാർ ഉണ്ടാക്കുന്ന ഒരു ഘട്ടത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഇത്ര ധൃതിപ്പെട്ട് ഇന്ത്യയുമായുള്ള കരാറിലേക്ക് എത്താൻ ശ്രമിച്ചു, അത് വിജയത്തിലേക്ക് എത്തിക്കുന്നു തുടങ്ങിയ ഒരു കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം അമേരിക്കയുമായുള്ള ഒരു കരാർ ഉണ്ടാക്കുന്നതിനേക്കാൾ എപ്പോഴും EUവുമായുള്ളൊരു കരാർ എന്ന് പറയുന്നത് കൂടുതൽ ലോകരാജ്യങ്ങളിലേക്ക് തുറന്നിടാനുള്ളൊരു വാതിലാണ്. ആ വാതിൽ ഇനി അടയ്ക്കുന്നതിലേക്കോ അതിൽ ഒരു പുനർവിചിന്തനത്തിലേക്കോ മറ്റോ എത്തുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ സാമ്പത്തിക വിദഗ്ധരും രാഷ്ട്രീയ വിദഗ്ധരും എല്ലാം ചർച്ച ചെയ്യുന്നുണ്ടോ എന്നുള്ളതും കൂടി കൂട്ടി വായിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു.
അത് തീർച്ചയായും. എന്തായാലും ഈ കാര്യത്തിലുള്ള ഒരു പ്രശ്നം നമുക്ക് വളരെ ലളിതമായി അല്പം മുമ്പ് ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. അതായത് ആസിയാൻ കരാറിൽ ഏർപ്പെടുന്നതിന് മുൻപ് 10-20 വർഷം മുമ്പ് കേരളത്തിലെ റബ്ബർ കർഷകൻ 200 രൂപയാണ് റബ്ബറിന് വില കിട്ടിയിരുന്നതെങ്കിൽ ആ 20 വർഷത്തിനിപ്പുറവും റബ്ബർ കർഷകൻ 200 രൂപ വില കിട്ടാൻ കാരണം ആ ഒരൊറ്റ കരാറാണ് എന്ന്. ഏതാണ്ട് അതിന് സമാനമായി അതിനേക്കാളൊക്കെ എത്രയോ ബൃഹത്തായ ഒരു കരാറിലേക്ക്, അത്തരം കരാറുകളിലേക്ക് രാജ്യം കടക്കുമ്പോൾ അത് ഏതൊക്കെ തരത്തിലാണ് കർഷകനെ ബാധിക്കുക എന്നുള്ളത് അറിയാനുള്ള അല്ലെങ്കിൽ അറിയിക്കാനുള്ള ബാധ്യത അത് തീർച്ചയായും സർക്കാരിനുണ്ട്. ആ മേഖലയിൽ മാത്രമല്ല, മറ്റു ഉൽപ്പാദന മേഖലയിൽ എങ്ങനെയാകും ഇത് ബാധിക്കുക? കാരണം ട്രംപ് ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് $500 ബില്യൺ ബിസിനസ് ഇന്ത്യയുമായി നടക്കാൻ പോകുന്നു, ഇന്ത്യ $500 ബില്യൺ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാൻ പോകുന്നു എന്നൊക്കെ. അത് ഇന്ത്യയുടെ മൊത്തം ബജറ്റിൻ്റെ 3/4 പങ്കിനും മുകളിൽ വരുന്ന ഒരു തുകയുടെ കണക്കാണ് അദ്ദേഹം പറയുന്നത്. 2030 അതിലേക്ക് എത്തിക്കുമെന്നുള്ള ചർച്ചകളിലേക്കൊക്കെ കടന്നിരിക്കുന്നു. മാത്രമല്ല, ട്രംപിൻ്റെ ഈ പ്രഖ്യാപനത്തിന് ശേഷം ആദ്യം ട്രംപിനെ അഭിനന്ദിച്ചു. ഇവിടെ ഇപ്പോൾ ഇന്ത്യയെ അഭിനന്ദിക്കുന്നത് പോലെ അവിടെ ട്രംപിനെ അഭിനന്ദിച്ചിരിക്കുന്നത് അവിടുത്തെ കൃഷിമന്ത്രിയാണ്. കാരണം കാർഷിക മേഖല ഇന്ത്യക്ക് ഇന്ത്യയുടെ വിപണി അമേരിക്കൻ കാർഷിക മേഖലയ്ക്ക് തുറന്നു കൊടുക്കുന്നോ എന്നുള്ള സംശയം നമുക്ക് നിലനിൽക്കുകയാണ്. 10-20 വർഷം മുമ്പ് ഈ കരാറുകളിലൊക്കെ ഏർപ്പെടുന്ന സമയത്ത് ഈ ഇത്തരത്തിൽ ജനിതകമാറ്റം വരുത്തിയ വിത്തുകൾക്കെതിരെയും ജനിതകമാറ്റം വരുത്തിയ ഉൽപ്പന്നങ്ങൾക്കെതിരെയും ഒക്കെ ശക്തമായ സമരം നടത്തിയ ഒരു ചരിത്രം ഇന്ത്യക്കുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇന്ത്യയിലെ കാർഷിക മേഖലയെ പിടിച്ചു നിർത്താൻ വേണ്ട ശ്രമങ്ങളും ഒക്കെ ഉണ്ടായത്. അപ്പോൾ ആ സാഹചര്യങ്ങളെല്ലാം എങ്ങനെയായിരിക്കും ഈ പുതിയ കരാർ ബാധിക്കുക എന്നുള്ള സംശയം നിലനിൽക്കുകയാണ്. മാത്രമല്ല, ഇന്ത്യയുടെ നയപരമായ തീരുമാനം എന്ന മട്ടിൽ എടുക്കേണ്ട പല വിഷയങ്ങളിലും ട്രംപ് അഭിപ്രായം പറയുന്നു എന്നുള്ള പ്രശ്നമാണ് ബാക്കി. അതായത് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങേണ്ടതില്ല എന്ന് ട്രംപ് അങ്ങനെ തീരുമാനിച്ചാൽ മതിയോ? അതല്ലെങ്കിൽ ആ കാര്യത്തിൽ റഷ്യയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ വിലക്കുറവിൽ ഇന്ത്യക്ക് എണ്ണ കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുമോ? 2-3% മാത്രം തീരുവയുണ്ടായിരുന്ന അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയിൽ ഇപ്പോൾ 18% കുറച്ചിരിക്കുന്നു എന്നത് തൽക്കാലം ട്രംപ് കയറ്റിയ തീരുവയിൽ ഒരു ചെറിയ തിരിച്ചിറക്കം മാത്രമാണ് എന്നുള്ളതാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ കാലാകാലങ്ങളായി ഈ 18% ഇന്ത്യ ഉൽപ്പന്നങ്ങൾ അവിടേക്ക് കയറ്റി അയച്ചിരുന്നത്. ഇന്ത്യയിലേക്ക് ഇറക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് 0% ആയിരിക്കും ഇനി തീരുവ എന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയാണ്. അത് ഇനിയാണ് രാജ്യം മനസ്സിലാക്കേണ്ടത് എന്നുള്ള സാഹചര്യമുണ്ട്. അതാണ് പ്രശ്നം. ഓപ്പറേഷൻ സിന്ദൂർ പുരോഗമിക്കുന്നതിനിടെ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ സമാധാനം പുനഃസ്ഥാപിച്ചതായി പ്രഖ്യാപിച്ചത് ട്രംപാണ്. ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചത് താനാണ് എന്ന് പറ്റാവുന്ന വേദിയിലെല്ലാം ട്രംപ് ഇങ്ങനെ പറഞ്ഞു നടന്നു. അതെല്ലാം നമ്മൾ പലതവണ റിപ്പോർട്ട് ചെയ്തതാണ്. അതൊക്കെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ട്രംപിന് അതിന് പങ്കില്ലെന്ന് ഒരു പ്രതികരണം പ്രധാനമന്ത്രിയിൽ നിന്ന് പോയിട്ട് ഉത്തരവാദിത്തപ്പെട്ട ആരിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. അതിന് പലതരത്തിൽ അതിന് വഴുതിയെങ്കിലും കൃത്യമായി ആ കാര്യത്തിൽ ഇപ്പോഴും നമുക്കൊരു സംശയം നിലനിൽക്കുകയാണ്. ആകെ ഉണ്ടായത് മൂന്നാം കക്ഷി ഇടപെടലില്ല എന്ന ചില പരോക്ഷ മറുപടികൾ മാത്രമാണ്. അടുത്ത ദിവസമാണ് ഇറാന്റെ എണ്ണ ഇനി ഇന്ത്യ വാങ്ങില്ല എന്ന് ട്രംപ് പറഞ്ഞത്. ഒടുവിൽ ഇപ്പോൾ റഷ്യൻ എണ്ണ വാങ്ങില്ല എന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയാണ്. ഇന്ത്യയുടെ വിദേശ വ്യാപാര നയങ്ങളിൽ നിർണായകമായ ഈ പ്രഖ്യാപനങ്ങളെല്ലാം നടത്തിയത് ട്രംപ് തൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് എന്നുള്ളത് കൂടിയാണ് പ്രശ്നം. ലോകത്തെ പ്രധാനപ്പെട്ട 2 പരമാധികാര രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര കരാറിനെ പറ്റി ഇത്രയും ഏകപക്ഷീയമായ ഒരു പ്രഖ്യാപനം സമീപകാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല എന്നത് മാത്രം പറഞ്ഞു നിർത്തട്ടെ.